നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയും സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പയും അമേരിക്കൻ ഐക്യനാടുകളിലെ എപ്പിസ്കോപ്പൽ സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പ് മോസ്റ്റ് റെവറൻഡ് സീൻ വോൾട്ടർ റോവുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂയോർക്കിലെ മാൻഹാട്ടൻ എപ്പിസ്കോപ്പൽ സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രിസൈഡിംഗ് ബിഷപ്പിന്റെ സീനിയർ ഉപദേഷ്ടാവ് റെവറൻഡ് കാനൻ ഡോക്ടർ CK റോബർട്ട്സൺ, നോർത്ത് അമേരിക്കൻ ഭദ്രാസന ബിഷപ്പ് സെക്രട്ടറി റവറൻഡ് ജോയൽ സാമുവേൽ തോമസ് എന്നിവരും സന്നിഹിതരായിരുന്നു. ദൗത്യ നിർവ്വഹണത്തിലും ശുശ്രൂഷയിലും ഇരു സഭകളും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഊഷ്മളമായ ബന്ധങ്ങൾ സഭാധ്യക്ഷന്മാർ പങ്കുവച്ചു. 80കളുടെ തുടക്കം മുതൽ ഇരു സഭകളുടെയും ഒരുമിച്ചുള്ള യാത്ര ശുശ്രൂഷ മേഖലകളെ കൂടുതൽ അനുഗ്രഹീതമാക്കി. 1982 അന്നത്തെ മെത്രാപ്പോലിത്ത ഭാഗ്യസ്മരണീയനായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമയും അമേരിക്കൻ എപ്പിസ്കോപ്പൽ സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പായിരുന്ന ഡോക്ടർ ജോൺ ആലിനും ഒപ്പുവെച്ച ധാരണാപത്രവും ചർച്ചകൾക്ക് വിധേയമായി. കാലോചിതമായി ധാരണാപത്രം പരിഷ്കരിക്കാനുള്ള താൽപര്യം ഇരുവരും പ്രകടിപ്പിച്ചു. 2026 മാരാമൺ കൺവെൻഷനിലേക്ക് പ്രിസൈഡിംഗ് ബിഷപ്പ് റോവിനെയും റവറൻഡ് കാനൻ CK റോബർട്ട്സണിനെയും ഇരുവരും ക്ഷണിച്ചു. കേരളം സന്ദർശിക്കുവാനും മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുവാനും ഇരുവരും അതിയായ താൽപര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. ന്യൂയോർക്കിലെ വിവിധ ദേവാലയങ്ങളിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ശേഷം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത പുലാത്തീനിൽ മടങ്ങിയെത്തി. ന്യൂയോർക്ക് എപ്പിഫാനി, സെന്റ് ജോൺസ് ഇടവക പള്ളികളിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. ബോസ്റ്റൺ ഇടവകയിലെ ആദ്യ കുർബാന ശുശ്രൂഷയ്ക്കും മെത്രാപ്പോലിത്ത നേതൃത്വം നൽകി. If you want to learn enlightenment, the first thing that you need to learn is that you need to empty your cup. Your cup is now full of so many things that you know of. You are self-possessed. Empty it. അമേരിക്കയിലെ എപ്പിസ്കോപ്പൽ സഭ പ്രിസൈഡിംഗ് ബിഷപ്പുമായി മെത്രാപ്പൊലിത്ത കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. മലങ്കര യാക്കോബായ സുറിയാനി സഭ അധ്യക്ഷൻ ശ്രേഷ്ഠ കാത്തോലിക്ക മാർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് മാർത്തോമ സഭ റാന്നി തപോവൻ അരമനയിൽ സ്വീകരണമൊരുക്കി. പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ ചേർത്തുപിടിച്ച സഭയാണ് മാർത്തോമ സഭയെന്നും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന മേഖലകൾ കണ്ടെത്തി ദൈവരാജ്യ ദൗത്യത്തിൽ പങ്കുചേരണമെന്നും ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ പറഞ്ഞു. തപോവനിൽ നടന്ന സ്നേഹസംഗമത്തിൽ ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയുടെ 49 വർഷങ്ങൾ പിന്നിടുന്ന ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ എന്നിവരെ യോഗം അനുമോദിച്ചു. കുറിയാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത, തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, പ്രമോദ് നാരായണൻ MLA, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, സഭാ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, റവറൻ അരുൺ തോമസ് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൽ സുവിശേഷകരായി അനുഗ്രഹീത ശുശ്രൂഷ നിർവഹിച്ച 3 പേർ സജീവ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചു. ഇവാഞ്ചലിസ്റ്റ് PV വർഗീസ് ഇലന്തൂർ, ഇവാഞ്ചലിസ്റ്റ് കുര്യൻ തോമസ് മേപ്രാൽ, ഇവാഞ്ചലിസ്റ്റ് Y ഡേവിഡ്സൺ തിരുവല്ല എന്നിവരാണ് ഈ കഴിഞ്ഞ മാസം സജീവ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയത്. 1994 സുവിശേഷകനായി ശുശ്രൂഷ ആരംഭിച്ച PV വർഗീസ് 30 വർഷം ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ശുശ്രൂഷകൾ നിർവഹിച്ചു പോന്നു. സഗ്ന, വാപ്പി, ഷഡോൾ, ടൈമർ, സീഹോറ മിഷനുകളിൽ അനുഗ്രഹീതമായി പ്രവർത്തിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൽ സുവിശേഷകനായി 1988 മുതൽ ശുശ്രൂഷ ആരംഭിച്ച Y ഡേവിഡ്സൺ 37 വർഷത്തെ ശുശ്രൂഷകൾക്ക് ശേഷമാണ് സജീവ സേവനത്തിൽ നിന്നും വിരമിച്ചത്. ഹോസ്കോട്ട്, മുണ്ടുകോട്ട്, കർവാർ, ഹോണവാർ, ഡണ്ടേലി, അങ്കോള, ജംഗമക്കോട്ട മിഷനുകളിൽ അനുഗ്രഹീതമായി പ്രവർത്തിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൽ 36 വർഷം സുവിശേഷകനായിരുന്നു ഇവാഞ്ചലിസ്റ്റ് കുര്യൻ തോമസ്. പഠനത്തിനു ശേഷം 1986 മുതൽ 89 വരെ കൊമ്പാടി എപ്പിസ്കോപ്പൽ ജൂബിലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം പൂർത്തീകരിച്ച് ടിബറ്റൻ ബോർഡർ മിഷനിൽ ശുശ്രൂഷ ആരംഭിച്ചു. ആൻഡമാൻസ്, ഭോപ്പാൽ, പൂനെ ചാക്കൻ, പനവേൽ, ഭോപ്പാൽ സെതക്കൻ തുടങ്ങിയ മിഷൻ ഫീൽഡുകളിൽ ശുശ്രൂഷ ചെയ്തു. സഞ്ചാര സുവിശേഷകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ ഹരിപ്പാട് കാവലിന്റെ ആഭിമുഖ്യത്തിൽ മാസം തോറും ആദ്യ ചൊവ്വാഴ്ചകളിൽ നടന്നുവരുന്ന കാവൽ ഉണർവ് കൂട്ടായ്മയുടെ 100ാമത് കൂടിവരവ് അനുഗ്രഹീതമായി. ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഉപരിപ്ലവമായ ആത്മീയതയുടെ നിർവൃതിയല്ല, കർത്താവിന്റെ ഹൃദയമറിഞ്ഞ് പ്രവർത്തിക്കുന്ന മനസ്സാണ് വേണ്ടതെന്ന് സഫ്രഗൻ മെത്രാപ്പോലിത്ത ആഹ്വാനം ചെയ്തു. പലപ്പോഴും ഇന്ന് നമുക്ക് നമ്മുടെയൊക്കെ ആത്മീയത ഈ തലത്തിൽ നിൽക്കുന്നതാണ്. കർത്താവെ ശബ്ദം ഉയർത്തി പറയുന്നതിന് നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ സ്വാഭാവികം
ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന വിളിക്ക് യോഗ്യരാകാതെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന വിളിക്ക് യോഗ്യരാകുവാൻ വിശ്വാസ സമൂഹത്തിന് കഴിയണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. കാവൽ ഉണർവ് ഗീതങ്ങളുടെ 4ാമത് പതിപ്പ് ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് സക്രിയയ്ക്ക് നൽകി സഫ്രഗൻ മെത്രാപ്പൊലിത്ത പ്രകാശനം ചെയ്തു. സുവിശേഷകൻ ബാബു ജോൺ തേക്കുതോട് ധ്യാനപ്രസംഗം നടത്തി. സുരേഷ് ബേബി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കാവൽ വൈസ് പ്രസിഡന്റ് റവറൻ ഈപ്പൻ എബ്രഹാം, കാവൽ ഡയറക്ടർ റവറൻ ഷിബു തോമസ് കറിയ, സഭാ മുൻ വൈദിക ട്രസ്റ്റി റവറൻ ലാൽ ചെറിയാൻ, റവറൻ സണ്ണി മാത്യു, സെന്ററിലെ വൈദികർ സുരേഷ് ബേബി, ലാലൻ മഞ്ഞാട്, കാവൽ വോളണ്ടിയേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർത്തോമാ സഭ മുംബൈ ഭദ്രാസന മിഷന്റെ 4 ദിവസം നീണ്ടുനിന്ന സുവിശേഷകരുടെ കുടുംബ സമ്മേളനം ക്യാമ്പ്ഷെഡ് മാർ ക്രിസോസ്റ്റം ആശ്രമത്തിൽ സമാപിച്ചു. മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയും സുവിശേഷകരുടെ കുടുംബങ്ങൾ പങ്കെടുത്ത കോൺഫറൻസിൽ ജീവിതവും സുവിശേഷവും എന്ന വിഷയം അടിസ്ഥാനമാക്കി ചർച്ചകളും പഠനങ്ങളും നടന്നു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. സഭാ കൗൺസിൽ അംഗം വർഗീസ് ഫിലിപ്പ്, സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗം ആനി കോശി, ഭദ്രാസന ട്രഷറർ VP സൈമൺ എന്നിവർ പ്രസംഗിച്ചു. സുരേഷ് ജാദവ്, മാത്യു എനോസ്, അനില ബ്ലസൻ, റോബിൻ, ഹന്ന എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ഭദ്രാസനത്തിലെ യുവസന്നദ്ധ പ്രവർത്തക സംഘത്തിന്റെ നേതൃത്വത്തിൽ സുവിശേഷകരുടെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച VBS സമ്മേളനത്തെ വ്യത്യസ്തമാക്കി. റവറൻ ചിച്ചു ടി കോശി വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. റവറൻ കിഷോർ വാങ്കഡൈ, റവറൻ ലിജു തോമസ് എന്നിവർ കൺവീനർമാരായി പ്രവർത്തിച്ചു. സ്കോട്ട്ലൻഡിലെ ആദ്യ മാർത്തോമ പള്ളിയായ എഡിൻബർഗ് മാർത്തോമ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. വികാരി ജനറൽ വെരി റവറൻ VT ജോൺ, ഭദ്രാസന സെക്രട്ടറി റവറൻ C ജോൺ മാത്യു, ലിവർപൂൾ കർമേൽ മാർത്തോമ ഇടവക വികാരി റവറൻ അബു ചെറിയാൻ, മാഞ്ചസ്റ്റർ തബോർ മാർത്തോമ ഇടവക വികാരി റവറൻ ജോൺ P ചാക്കോ, ബിഷപ്പ് സെക്രട്ടറി റവറൻ സുബിൻ മാത്യു പാറയിൽ, സ്കോട്ട്ലൻഡ് സെന്റ് ആൻഡ്രൂസ് ഇടവക വികാരി റവറൻ മെറിൻ മാത്യു, റവറൻ സ്കോട്ട് ബേർട്ടൺ, റവറൻ കേസ്റ്റിൻ ഡൌണി തുടങ്ങിയവർ പങ്കെടുത്തു. UK ഭദ്രാസനത്തിലെ ഒട്ടേറെ ആളുകൾ ശുശ്രൂഷയുടെ ഭാഗമായി. പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ശേഷം പൊതുസമ്മേളനവും സൗഹൃദ വിരുന്നും ഒരുക്കിയിരുന്നു. 2001 വെരി റവറൻ ഷാം P തോമസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പായി ആരംഭിച്ച കൂട്ടായ്മ 2003 കോൺഗ്രിഗേഷനായും 2021 ഇടവകയായും ഉയർത്തപ്പെട്ടു. എഡിൻബർഗ്, ഗ്ലാസ്ഗോ, ക്രിക്കാൾഡി, അബേർഡ് എന്നിവിടങ്ങളിലായി 4 പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലായി വിശ്വാസ സമൂഹം പാർക്കുന്നു. കേരളം വന്യജീവി വകുപ്പ് റാന്നി ഡിവിഷൻ, കണമല ഫോറസ്റ്റ് സ്റ്റേഷൻ, മാർത്തോമാ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണവും സ്കൂൾ പഠനോപകരണങ്ങളുടെ വിതരണവും അരയാഞ്ഞിലിമൺ ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് സിജി അധ്യക്ഷത വഹിച്ചു. കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവൽ മുഖ്യ അതിഥിയായിരുന്നു. കണമല ഫോറസ്റ്റ് സ്റ്റേഷൻ സെഷൻ ഓഫീസർ ബൈജു PK ഉദ്ഘാടനം ചെയ്തു. സെഷൻ ഫോറസ്റ്റ് ഓഫീസർ S ഗണേഷ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. മുൻ വാർഡ് മെമ്പർ സിനി ജോയ് പഠനോപകരണ വിതരണം നടത്തി. കാർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈൻ N ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റീഫൻസൺ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. പാട്ടും ചിരിയും കഥയും കവിതയുമൊക്കെയായി ആടിത്തിമിർക്കുന്ന വസന്ത നാളുകളിലേക്ക് ദൈവത്തിന്റെ സ്വന്തം മക്കൾക്ക് സ്വാഗതമൊരുക്കി MCRD. സഹജോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിൽ വെരി റവറൻ KM മാമൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് തങ്കച്ചൻ വിതുര മുഖ്യ അതിഥിയായി. MCRD കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ വേറിട്ട അനുഭവമായി മാറി. ഭിന്നശേഷിയുള്ള മകൾ ഐശ്വര്യ വയലിനിൽ സുന്ദരമായ ഗാനമൊരുക്കി. MCRD സെക്രട്ടറി ഡോക്ടർ KK ജോൺസൺ, ട്രഷറർ അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പനച്ചമൂട്ടിൽ, MA മത്തായി എന്നിവർ പ്രസംഗിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുവല്ല SC സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. സ്കൂൾ മാനേജർ കുരുവിള മാത്യു, സ്കൂൾ പ്രിൻസിപ്പൽ ജോൺ K തോമസ്, LP ആൻഡ് HS പ്രഥമാധ്യാപകമാരായ ജെസി ജോർജ്, റെനി വർഗീസ്, ജോയ് ആലുക്കാസ് മോൾ, മാനേജർ ഷെൽട്ടർ V റാഫേൽ, നല്ലപാടം കോർഡിനേറ്റർമാരായ ഷിമോനി ഏബൽ, സെൻമോൻ ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമാ ഇക്കോളജി മിഷൻ നേതൃത്വത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ ജോർജ് മാത്യു, ബിൻസി BS, ഇക്കോളജി കമ്മീഷൻ കൺവീനർ റവറൻ VM മാത്യു എന്നിവർ നേതൃത്വം നൽകി. MCRD നവജ്യോതി സ്കൂളും കാർഡ് KVKയും സംയുക്തമായി പരിസ്ഥിതി ദിനം ആചരിച്ചു. റൈറ്റ് റവറൻ ഡോക്ടർ യുവാക്കി മാർ കുർലോ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു.
കാർഡ് ഡയറക്ടർ റവറൻ ഷിബു ഷാമുവൽ അധ്യക്ഷനായിരുന്നു. റവറൻ ഷൈനൻ ജേക്കബ്, ഡോക്ടർ കെ ജോൺസൺ, അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പനച്ചമൂട്ടിൽ, വിക്ടർ ടി തോമസ്, CP റോബർട്ട്, സാറാമ തോമസ്, സതീഷ് VK എന്നിവർ പ്രസംഗിച്ചു. MCRD വിദ്യാർത്ഥികളെ കൂടാതെ തടിയൂർ NSS ഹൈസ്കൂൾ, കുറിയന്നൂർ മാർത്തോമ ഹൈസ്കൂൾ, പുല്ലാട് ഗവൺമെന്റ് LP സ്കൂൾ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സഭയിലെ ഇളം തലമുറയുടെ സമഗ്രവും ആരോഗ്യകരവുമായ വളർച്ചയ്ക്കായി മെന്ററിംഗ് മിനിസ്ട്രിക്ക് ആരംഭമായി. ബാല്യ, കൗമാര, യൗവന പ്രായത്തിലുള്ളവരുടെ ജീവിത രൂപീകരണ കാലയളവിൽ അവരെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന നല്ല സ്നേഹിതരായ മുതിർന്നവരിലൂടെ ഇടവക തലത്തിൽ നിർവഹിക്കുന്ന ശുശ്രൂഷയാണ് മെന്ററിംഗ് മിനിസ്ട്രി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പോലിത്തയുടെ സുവിശേഷ ദർശനത്തിൽ രൂപപ്പെട്ടതാണ് ഈ നൂതന സംരംഭം. ശുശ്രൂഷയുടെ ഉദ്ഘാടനം ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്ററിൽ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. ഫാദർ ബോബി ജോസ് കട്ടിക്കാട്, ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് സക്രിയ എന്നിവർ സംസാരിച്ചു. മെന്ററിംഗ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ലവിൻ K ചെറിയാൻ വിശദീകരിച്ചു. ഭദ്രാസന ട്രഷറർ അഡ്വക്കേറ്റ് ജോജി ചെറിയാൻ, സ്റ്റുഡന്റ് കൗൺസിലർ കരുണ തോമസ് സക്രിയ, മെന്ററിംഗ് മിനിസ്ട്രി കോർഡിനേറ്റർ റവറൻ തോമസ് ജോസഫ്, ഗീത T ജോർജ് എന്നിവർ സംസാരിച്ചു. DSMC ഗായക സംഘത്തിലേക്കുള്ള ശബ്ദ പരിശോധന ജൂലൈ 12 രാവിലെ 8:30 മുതൽ DSMCയിൽ നടത്തും. 2025-26 വർഷം DSMCയിൽ രജിസ്റ്റർ ചെയ്ത ഗായക സംഘങ്ങളിലെ അംഗങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കുവാൻ കഴിയൂ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ എല്ലാവരും യേശുനാമത്തെ എന്ന ഗാനം ശബ്ദ പരിശോധനയ്ക്കായി പാടണം. ജൂലൈ 4 വൈകുന്നേരം 4 മണിക്ക് മുൻപ് അപേക്ഷ നൽകണം. അപേക്ഷാ ഫോം DSMC ഓഫീസിൽ ലഭിക്കും. 2026 മാരാമൺ കൺവെൻഷനിലേക്ക് പുതിയ ഗാനങ്ങൾ ക്ഷണിച്ചു. ഗാനങ്ങളുടെ ഈണവും വരികളും CD, പെൻഡ്രൈവ്, ഇമെയിൽ മുഖേന DSMCയിലേക്ക് അയക്കണം. ഗാനങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. പുനലൂർ മാർത്തോമ ദയറായിൽ നിർമ്മിച്ച സന്യാസ ഭവൻ ആവൃത്തിയുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. ദയറായുടെ ആചാര്യനായി റവറൻ ഐസക് മാത്യുവിന്റെ നിയോഗവും ഇളമ്പൽ മാർത്തോമ ഇടവക അംഗം സുജിത് P മാമനെ ദയറായുടെ പ്രാഥമിക അംഗത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ശുശ്രൂഷയ്ക്കും സഫ്രഗൻ മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികനായി. സഭയിൽ സന്യാസിമാരുടെ ശുശ്രൂഷ അതുല്യമാണെന്ന് ശുശ്രൂഷ മധ്യയുള്ള പ്രസംഗത്തിൽ സഫ്രഗൻ മെത്രാപ്പൊലിത്ത പറഞ്ഞു. കർത്താവിൽ സമർപ്പിതരായി വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ സീഹോറയിലേക്കും അങ്കോലയിലേക്കും പോയതിനാൽ ഈ പ്രദേശങ്ങളിലൊക്കെ അനുഗ്രഹീത പ്രവർത്തനങ്ങൾ സഭയ്ക്ക് ആരംഭിക്കുവാൻ കഴിഞ്ഞു. ജീവിച്ചാലും മരിച്ചാലും യേശുവിനായി എന്നതായിരുന്നു അവരുടെ ജീവിത ദർശനം. കൂടുതൽ ചെറുപ്പക്കാർ ഈ ശുശ്രൂഷയിലേക്ക് വരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദേറ ചാപ്പലിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികനായി. ബിഷപ്പ് സെക്രട്ടറി റവറൻ ടൈറ്റസ് തോമസ് വചന ശുശ്രൂഷ നിർവഹിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.